ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഇത് ഫുൾ ബോട്ടിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ബോട്ടിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് ചെയ്തെടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സിസേഴ്സ് എടുത്തിട്ട് മുകളിലത്തെ ഭാഗവും താഴത്തെ ഭാഗവും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ആ ബോട്ടിലിൻ്റെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ബോട്ടിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ബോട്ടിൽ നല്ലൊരു സിസേഴ്സ് വെച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഷാർപ്പ് എഡ്ജസ് എവിടെയെങ്കിലും നല്ല ഉരച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ അയൺ ബോക്സിൻ്റെ അവിടെ ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് ഈ ഭാഗം ഒന്ന് വെച്ച് കൊടുത്തിട്ടായാലും സ്മൂത്ത് ആൻഡ് ചെയ്യാം കേട്ടോ. ഇതൊന്നും അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കൊറിഗേറ്റഡ് ടൈപ്പ് ഓഫ് സിസേഴ്സ് കിട്ടും, അത് വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ അങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഷാർപ്പായിട്ടുള്ള സിസേഴ്സ്, നമ്മുടെ നോർമൽ സിസേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ എന്തെങ്കിലും ഓരോള്ള സ്ഥലത്ത് വെച്ച് ഉരച്ചെടുക്കുക, അതല്ലെങ്കിൽ നമ്മൾ അയൺ ബോക്സ് ചെറുതായി ചൂടാക്കിയിട്ട്, വളരെ ചെറുതായി ചൂടാക്കിയിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇനി ഇതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ ഫ്ലവർ വേസിന് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡ് തന്നെ വെച്ചിട്ട് നമുക്ക് ബോട്ടിലാട്ട്, ഫുൾ ബോട്ടിലാട്ടായിട്ടും ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ബോട്ടിലിനെ ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഒരു ഫ്ലവർ വേസ് ആക്കി എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നും നമ്മൾ ബോട്ടിലായിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ വെച്ചിട്ട് ഒരു ഫ്ലവർ വേസ് നമുക്ക് ഉണ്ടാക്കാം, അതും ബോട്ടിലായിട്ട് തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ബാക്കിൽ വരുന്ന ആ ബോട്ടിലിൻ്റെ ബാക്ക് ഭാഗം താഴെ ഇട്ടിട്ട് മറ്റേ ഭാഗത്തിൽ ആ ക്യാപ്പ് ഉണ്ടല്ലോ, ആ ക്യാപ്പിൻ്റെ ഭാഗമാണ് നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ഹാർഡ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുക കേട്ടോ. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. മനസ്സിലായില്ല എങ്ങനെ ഒട്ടിച്ചതെന്ന്? നമ്മളുടെ ആ ബാക്കിൽ വരുന്ന ഭാഗം താഴെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ആ ക്യാപ്പ് ഒട്ടിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇതെന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലാവുക? പീനട്ടിൻ്റെ ഷെല്ലാണ്. അതായത് എന്താ പറയുക, നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ, കപ്പലണ്ടിയുടെ തൊണ്ടാണ് കണ്ടോ. അപ്പോൾ ഇങ്ങനെ കപ്പലണ്ടി മേടിക്കാൻ കിട്ടും. അപ്പോൾ ഈ കപ്പലണ്ടിയുടെ തൊണ്ടാണ് ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത്. കഴിച്ചിട്ട് ബാക്കി നമ്മൾ കളയുന്നതാണിത്. അപ്പോൾ ഇതിനൊരു വെറൈറ്റി ലുക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതില്ലെങ്കിൽ നമുക്ക് പിസ്താഷെല്ലോ യൂസ് ചെയ്യാം കേട്ടോ. പിസ്താഷെല്ലോ അല്ലെങ്കിൽ മെലൺ സീഡ്സോ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് ഈ ഒരു മെത്തേഡിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ താഴെ നമ്മൾ ബോട്ടിലിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത ആ ഭാഗമല്ലേ, അവിടെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഫാബ്രിക് ഗ്ലൂ ആണ് ഇട്ട് കാണിക്കുന്നത്. ഗ്ലൂ ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനത്തെ ഗ്ലൂ, ഫാബ്രിക് ഗ്ലൂ അല്ലെങ്കിൽ ഫെവിക്കോള്, ഇതൊക്കെ ആകുമ്പോൾ ഒട്ടാനായിട്ട് കുറച്ച് സമയം പിടിക്കും കേട്ടോ. അപ്പോൾ അത് മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞ പോലെ പീനട്ടിൻ്റെ ഷെല്ലില്ലെങ്കിൽ നമുക്ക് പിസ്ത ഷെല്ലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ പൊട്ടിക്കുമ്പോൾ ഷേപ്പൊന്നും ശരിയാവില്ല. അപ്പോൾ നമ്മളതൊന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി കൊടുക്കണം. ഇനി ഗ്ലൂ ഗണ്ണും കൂടെ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം. ഗ്ലൂ ഗണ്ണായിട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽമേലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഗ്ലൂ ഒരിക്കലും ബോട്ടിൽമ അപ്ലൈ ചെയ്തിട്ട് കൊടുക്കരുത്. കണ്ടോ, ഫെവിക്കോളിൻ്റെ അത് പോണ് കണ്ടോ, അത് കുറച്ച് സമയം പിടിക്കും ഒട്ടിപ്പിടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എന്താണ് പറഞ്ഞത്, ഗ്ലൂ ഗൺ നമ്മൾ ഡയറക്റ്റായിട്ട് പ്ലാസ്റ്റിക് ബോട്ടിൽമ കൊടുക്കരുത്. നമ്മുടെ ഈ ഷെല്ലുമ നമ്മൾ ഗ്ലൂ കൊടുക്കുക. വളരെ കുറച്ച് മാത്രം ഗ്ലൂ കൊടുത്താൽ മതി കേട്ടോ, ഒരുപാട് ഗ്ലൂ കൊടുക്കണ്ട. എന്നിട്ട് ഇത് തിരിച്ചൊട്ടിക്കുക. ഒത്തിരി സമയം കഴിഞ്ഞിട്ട് അപ്പം ഒട്ടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മുടെ ബോട്ടിലിൻ്റെ ഷേപ്പ് മാറിപ്പോകും. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ലെയർ നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത് രണ്ടും ജോയിൻ്റ് ആവുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയും കൂടിയും ഒരു ലെയർ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മുകളിലും താഴെ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിനെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഷേപ്പുകളൊക്കെ നമ്മൾ ആദ്യമേ വെച്ച് കൊടുത്ത് എവിടെയാണ് അത് രണ്ടും ടച്ച് ആവുന്ന ഭാഗം എന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എപ്പോഴും പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ബോട്ടിൽമേ അപ്ലൈ ചെയ്യരുതേ, അത് ഷേപ്പ് തന്നെ മാറിപ്പോവും. ഇപ്പോൾ രണ്ട് ലെയർ നമ്മൾ കൊടുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം കേട്ടോ. ഇങ്ങനെ 2 ലെയർ കൊടുക്കണമെന്നൊന്നുമില്ല, ഒരു ലെയർ കൊടുത്താലും മതി. ഈ സെൻറ്ററിലത്തെ കൊടുക്കണം എന്നില്ല, ഞാൻ ജസ്റ്റ് ആ ഒരു ക്യാപ്പിൻ്റെ ലുക്ക് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ടോപ്പ് പോർഷനിൽ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിന് 2 പീസാക്കിയിട്ടാണ് നമ്മൾ ഈ ടോപ്പിൽ നമ്മൾ ഈ പീനട്ടിൻ്റെ ഷെല്ല് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ പോലെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ടോപ്പ് ലൈനിലും ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും ഒന്നുകൂടെ പറയാണ് കേട്ടോ, നമ്മൾ ബോട്ടിൽമേ ഡയറക്റ്റ് ഹോട്ട് ഗ്ലൂ കൊടുക്കരുത്. മറ്റുള്ള ഗ്ലൂകളൊക്കെ ആണെങ്കിൽ ബോട്ടിൽമേ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ 3 ലെയറിലാണ് വെച്ച് കൊടുത്തത്. ഇതിൻ്റെ ഡിസൈൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ പീനട്ടിൻ്റെ ഷെല്ല് വേണമെന്നില്ല, നമ്മളുടെ പിസ്ത ഷെല്ലോ, മെലൺ സീഡ്സോ
എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയും ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നോർമൽ പെയിൻ്റ് ആയാലും മതി കേട്ടോ. പക്ഷേ എൻ്റെ പെയിൻറ്റ് കഴിയാറായി തുടങ്ങി, അതുകൊണ്ട് ഞാനിപ്പോൾ സ്പ്രേ പെയിൻ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ബാൽക്കണിയിൽ കൊണ്ടുവച്ചിട്ട് സ്പ്രേ പെയിൻറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ സ്പ്രേ പെയിൻ്റൊക്കെ ചെയ്ത് ബോട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കണ്ടേ. അതിനായിട്ട് ഞാനിപ്പോൾ ആൻറ്റിക് കളേഴ്സ് ഈ പീനട്ടിൻ്റെ ഷെല്ലുമ്പോൾ മാത്രമേ നമ്മളിതുപോലെ കൈ കൊണ്ട് എടുത്തിട്ട് ഒരു ആൻറ്റിക് ലുക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ കളേഴ്സും ഹൈലൈറ്ററും ഒക്കെ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, നമുക്ക് വേറെ കളേഴ്സ് കൊടുക്കാം. ആൻറ്റിക് കളർ തന്നെ വേണമെന്നില്ല, സിൽവർ കൊടുക്കാം, ഗോൾഡ് കൊടുക്കാം, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വേറെ കളേഴ്സ് കൊടുക്കാം. ഒന്നും അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി. നിങ്ങളുടെ കയ്യിൽ ഒരു ജസ്റ്റ് ഒരു ഗോൾഡൻ, എനിക്ക് തോന്നുന്നു ഗോൾഡൻ പെയിൻറ് ഉണ്ടെങ്കിൽ അത് അടിച്ച് വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ദാ നമ്മൾ പീനട്ടിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഒരു ആൻറ്റിക് ഇത് കൊടുത്തെടുത്തു. ഇനി ഒന്നും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ 3D കോൺസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ലിക്വിഡ് എംബ്രോയിഡറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സിലൊക്കെ എംബ്രോയിഡറി ചെയ്യുന്ന ഒരു തരം ലിക്വിഡ് അതാണ് കേട്ടോ. അത് ചെയ്തിട്ട് കുറേ നാൾ മുന്നേ ഒരു ഫാഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പിസ്താ മുകളിൽ നമ്മൾ കട്ട് ചെയ്തല്ലോ, പിസ്താ പീനട്ടിൻ്റെ ഷെല്ലിന്മേ അത് നമ്മൾ അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ലിക്വിഡ് ഇത് വേണമെന്നൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പെയിൻറ്റ് തന്നെ ഒന്ന് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് വേറൊരു കളർ കൊടുത്താൽ മതി. ഇപ്പം ഞാനിപ്പോൾ ഒരു പർപ്പിൾ കളർ കുറച്ച് കൊടുത്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു ആൻറ്റിക് കളർ കൊടുത്തു കേട്ടോ. അപ്പോൾ ഏതാണ് ഭംഗിയെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് പകുതിയായിട്ടാണ് ഇങ്ങനെ കൊടുത്തത്. അപ്പോൾ കണ്ടോ ഇങ്ങനത്തെ ഒരു ഷേപ്പ് യു പോലത്തെ എന്താ പറയുക ഷേപ്പിന് ആ ഒരു ഷേപ്പ് വരും, അതിനാണ് കേട്ടോ. അതിന് ശേഷം നമ്മളുടെ ഈ ബോട്ടിലുണ്ടല്ലോ, ബോട്ടിലിൻ്റെ ഒരു ഇതിങ്ങനെ കട്ട് ചെയ്തത് കാണുന്നുണ്ടാവും, അവിടെയും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ലിക്വിഡ് എംബ്രോയിഡറിയുടെ ഇത് വേണമെന്നൊന്നുമില്ല. നമ്മൾക്ക് സാധാരണ പെയിൻറ് ഉണ്ടല്ലോ, പെയിൻറ് ഒരു ബ്രഷിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുകൾ ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് കളർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴും ഈ ഒരു ലുക്ക് തന്നെ നിൽക്കും. ഹൈലൈറ്റ് ചെയ്ത് നിൽക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ, എന്നാലും ഈ ഒരു ലുക്കിൽ നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പരിപാടി. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലായിട്ടാണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കളറും ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനിതൊരു ഫ്ലവർ വൈസ് ആയിട്ടാണ് ചെയ്തെടുത്തത്. നമ്മൾക്ക് ഇതേ സെയിം മെത്തേഡിൽ തന്നെ ബോട്ടിലായിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ബോട്ടിലായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുവാണെങ്കിൽ ബൈ ബൈ.